നമസ്കാരം. മഹേഷ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ റെഡ്മി നോട്ട് 8ൻ്റെയും റെഡ്മി നോട്ട് 8 പ്രോയുടെയും വിശേഷങ്ങളാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന മൊബൈൽ ഫോണാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 8 എന്ന് പറയുന്നത്. നമുക്കറിയാം റെഡ്മി നോട്ട് 7ഉം റെഡ്മി നോട്ട് 7 പ്രോയും ഒക്കെ ഇപ്പോൾ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 675 ഒക്കെ ആയിട്ടാണ് റെഡ്മി നോട്ട് 7 പ്രോ വന്നിരിക്കുന്നത്. റെഡ്മി നോട്ട് 8 പ്രോ ഈ മാസം 29-ാം തീയതി, അതായത് ആഗസ്റ്റ് മാസം 29-ാം തീയതി കമ്പനി ഈ ഒരു മൊബൈൽ ഫോൺ വിപണിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. വളരെ മികച്ച ഒരു സ്പെസിഫിക്കേഷനുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 8ഉം റെഡ്മി നോട്ട് 8 പ്രോയും വരുന്നത്. റെഡ്മി നോട്ട് 8 പ്രോ വരുന്നത് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയുമായിട്ടാണ് എന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 8 വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയുമായിട്ടാണ്. ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഏറ്റവും പുതിയ പ്രോസറായ G90 എന്ന് പറയുന്ന ഹീലിയോ G90 എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 8 പ്രോയും റെഡ്മി നോട്ട് 8ഉം വരുന്നത് എന്നുള്ളതാണ്. ഹീലിയോ G90 എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പ്രോസറാണെന്നുള്ളതാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 675, 710, സ്നാപ്ഡ്രാഗൺ 730-നേക്കാളും വളരെ മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഒരു പ്രോസർ തന്നെയാണ് ഈ പറയുന്ന ഹീലിയോ G90 എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതേപോലെ ഒരു പ്രധാനപ്പെട്ട വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മടങ്ങ് സൂം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഷവോമി ഇതിന് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തുവിടുകയുണ്ടായി. വളരെ മികച്ച രീതിയിൽ സൂം ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോഴുള്ള റെഡ്മി നോട്ട് 7ലോ 7 പ്രോയിലോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള മികച്ച ഒരു സൂമിങ് ഈ ഒരു മൊബൈൽ ഫോണിൽ സാധ്യമാകുമെന്നുള്ളതാണ്. 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതിനോടൊപ്പം തന്നെ ബാക്ക് സൈഡിൽ ഏതാണ്ട് 3 ക്യാമറയും ഫ്രണ്ട് സൈഡിൽ 25 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയുമായിട്ടാണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 8 പ്രോ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി. അതായത് റെഡ്മി നോട്ട് 7 പ്രോയേക്കാളും വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഇതിന് ലഭിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 8 പ്രോ വരുന്നത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയിലാണ്. തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു സ്ക്രീൻ ക്വാളിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് റെഡ്മി നോട്ട് 7 പ്രോ എന്ന് പറയുന്ന മൊബൈൽ ഫോണ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും എങ്കിലും അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ചാർജർ 10 വാട്ടിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ചാർജറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുമായിരുന്നില്ല. അതേസമയം റെഡ്മി നോട്ട് 8 പ്രോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോയുമായിട്ട് നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു പ്രോസറാണെന്നുള്ളതാണ്. ഇപ്പോഴുള്ള സ്നാപ്ഡ്രാഗൺ 675-നേക്കാളും വളരെ മികച്ച ഒരു പ്രോസറായ ഹീലിയോ G90 ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടി മികച്ച ഒരു ഡിസ്പ്ലേ, അതായത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ പറയുന്ന റെഡ്മി നോട്ട് 8 പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടി മികച്ച ഒരു ബാറ്ററി ബാക്കപ്പ്, അത് എത്രയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. 4000-നും 5000-നും ഇടയിലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു വാല്യൂ ഉള്ള മൊബൈൽ ഫോൺ തന്നെയാണ്. 13-നും 14-നും ഇടയിലാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വില എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആഗസ്റ്റ് 29-ന് നമുക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ പോകുന്നവർ ഒരല്പം വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്കതിൻ്റെ കൂടുതൽ ലഭ്യമായ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു പുതിയ ടെക് വീഡിയോകൾ ആദ്യം തന്നെ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റു പുതിയ ടെക് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.